ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് പഴനിയിലാട്ടോ. ഏകദേശം രാവിലെ, അതായത് വെളുപ്പിന് 2 മണിയാകുമ്പോൾ നമ്മൾ പഴനിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റൂമിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അന്വേഷിച്ച് പോയപ്പോൾ നമുക്ക് 2 റൂം കിട്ടി. നല്ല റേറ്റാണ് കാര്യങ്ങളാട്ടോ ഇവിടെ ഓരോ റൂമിനും. അങ്ങനെ ഒരു ചെറിയ റൂം കിട്ടിയപ്പോൾ ഞങ്ങൾ ഏകദേശം 8-9 പേരുണ്ടായതുകൊണ്ട് നമ്മൾ 2 റൂമാട്ടോ എടുത്തത്. അങ്ങനെ റൂമിലൊക്കെ പോയി. പക്ഷെ നമുക്ക് ഉറങ്ങാനൊന്നും ടൈം കിട്ടിയില്ല. കാരണം എല്ലാവർക്കും കുളിച്ച് ഫ്രഷായിട്ട് രാവിലെ അമ്പലത്തിൽ പോകാനുള്ളതല്ലേ. പിന്നെ വാമി പ്രത്യേകിച്ച് ഇവിടെ വരാൻ കാരണം തന്നെ വാമിയുടെ തല മുണ്ടനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് അവിടെ 5 മണി തൊട്ടിട്ട് രാത്രി 8 മണി വരെ തലമുണ്ടനം ചെയ്യുന്നത് ഓപ്പൺ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏകദേശം 2 മണിക്ക് അവിടെ എത്തിയത് കൊണ്ട് ഇത്രയും പേര് കുളിച്ചൊരുങ്ങി പോകാൻ തന്നെ ഒത്തിരി ടൈം എടുത്തു. ഏകദേശം ഒരു 6 മണിയായപ്പോൾ തന്നെ ഞങ്ങൾ എല്ലാവരുടെയും കുളിയും കഴിഞ്ഞ് പിന്നെ താഴ്ന്ന് നമ്മൾ ചായയും കുടിച്ചിട്ട് ഞങ്ങൾ അമ്പലത്തിലോട്ട് നടക്കുക കേട്ടോ. പിന്നെ വൃത്തീൻ്റെ കാര്യത്തിൽ നമ്മളെ നാട് തന്നെയാണ് കേട്ടോ നല്ലത്. കാരണം പുറത്ത് വേറൊരു സംസ്ഥാനത്ത് പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കാഴ്ചയാണിത്. ഒന്നാമത് പഴനിയിൽ തന്നെ ഭയങ്കര തിരക്കുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ അവിടെ ഇവിടെയും ഒത്തിരി മാലിന്യങ്ങളാട്ടോ കൂട്ടിയിട്ടിരിക്കുന്നത്. തമിഴ്നാടിനെ കുറിച്ച് മോശമായിട്ടൊന്നല്ല പറയുന്നത്. ഇവിടെ ടൗണും ഏരിയാസിലൊക്കെയാണ് ഇങ്ങനെ ഒത്തിരി മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത് കാണുന്നത്. പക്ഷേ നമ്മൾ ഗ്രാമങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അത് തമിഴ്നാട് കഴിഞ്ഞിട്ടേ വേറെ എന്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഇത് കണ്ടോ ഗൈസ്, അത് നമ്മൾ അതൊരു വെളുപ്പിനുള്ള പഴനിയുടെ ഫോട്ടോ ആട്ടോ. അത് അടിപൊളിയാണ്. കാരണം ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ തന്നെ അതിശയപ്പെട്ടു പോകും കേട്ടോ. ഇനി നമ്മൾ അവിടെ എത്താൻ കുറച്ചും കൂടെ നടക്കാനുണ്ട്. അപ്പോൾ നമ്മളിതാ നടന്ന് പോവുകയാണ് കേട്ടോ. വഴിയോരങ്ങളിലൊക്കെ ഫുള്ളും കച്ചവടക്കാർ തന്നെയാണ് ഉള്ളത്. എല്ലാവരും ഉറങ്ങുന്നതൊക്കെ അവിടെ തന്നെയാണ്. മോർണിംഗ് ആകുമ്പോൾ എല്ലാം ഓപ്പൺ ആക്കിയിട്ട് പിന്നെ അവർ അവരുടെ കച്ചവടം തുടങ്ങും. നമ്മൾ റൂം എടുത്ത സമയത്ത് നമ്മളെ കൂടെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. അവിടുത്തെ ആൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ നമ്മളെ കൂടെ ഉണ്ട്. കാരണം നമുക്ക് ഇവിടുത്തെ പൂജാ രീതികളും പിന്നെ എന്തൊക്കെയാണ് ഇവിടുത്തെ ഓരോ നേർച്ചയും കാര്യങ്ങളും നമുക്ക് പിടിപാടില്ല. അപ്പം നമ്മളെ സഹായിക്കാനായിട്ട് ഒരു ചേട്ടൻ നമ്മളെ കൂടെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ചേട്ടൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾക്ക് ഈ പഴനിയെക്കുറിച്ച് കൂടുതൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ പോകാവുന്നതേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അങ്ങനെ അറിയില്ല. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ ചെല്ലുന്നത്. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ചെന്നിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ എല്ലാവരുമായിട്ട് പഴനിയിലോട്ട് ഇപ്പോൾ ആദ്യമായിട്ട് പോകുന്നത്. ഒന്നാമത് തല മുണ്ടനം ചെയ്യാൻ വേണ്ടിയിട്ട്. തല മുണ്ടനം ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് കുറച്ച് പൂജാ സാധനങ്ങൾ ആവശ്യമായിട്ട് വന്നു. അപ്പോൾ ഈ ചേട്ടന് അതൊക്കെ എവിടെയുള്ളതെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞങ്ങളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പഴനി എന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മലയാളികൾ വരുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് കേട്ടോ പഴനി എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ മലയാളികൾ ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നതും ഇവിടെ തന്നെയാണ്. അപ്പോൾ ഈ ചേട്ടൻ ഞങ്ങളൊരു കടയിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോയത്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് സാധനമൊന്നും മേടിച്ചില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വേണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെ മുന്നോട്ട് നടന്നു കേട്ടോ. പിന്നെ എല്ലാവരും പഴനിയിലോട്ട് വരുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പഴനിയിലെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വരാൻ നോക്കണം. അല്ലെങ്കിൽ നമ്മൾ പറ്റിക്കപ്പെടും മാത്രമല്ല നമ്മളെ കയ്യിൽ നിന്ന് ഒരുപാട് ക്യാഷ് പോകുന്ന വഴി അറിയില്ല കേട്ടോ. നമ്മൾ തൈപ്പൂയം കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഏകദേശം ഈ സമയമൊക്കെ ആകുമ്പോൾ തന്നെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ അതിനു മുന്നേ നമ്മൾ തലമുണ്ടനം ചെയ്യാൻ അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ടാണ് പോയത്. അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ട് വാമിക്കുട്ടിയാണ് ഭയങ്കര കരച്ചിൽ. കാരണം ഒത്തിരി ആൾക്കാരാട്ടോ അവിടെ വന്നിട്ട് തലമുണ്ടനം ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ അവിടെ ഇരുത്തിയിട്ടായിരുന്നു തലമുണ്ടനം ചെയ്തത്. അപ്പോൾ ആൾ കരഞ്ഞപ്പോൾ ഒന്ന് തോളത്തിട്ടിട്ട് ഒന്ന് സെറ്റായി. അവിടുത്തെ ചേട്ടൻ തന്നെ ഫോണൊക്കെ ഒന്ന് കാണിച്ച് പതിയെ എല്ലാം മുടിയൊക്കെ റിമൂവ് ചെയ്തിട്ടോ. ഈ വീഡിയോയിൽ ഞാൻ പഴനിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് റൂമാണ് കേട്ടോ. നമ്മൾ ഇവിടെ വരുമ്പോൾ തന്നെ റൂമിന് വേണ്ടിയിട്ട് നമ്മൾ നെട്ടോട്ട് ഓടേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അതെങ്ങനെയാണെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാം കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കണേ. അങ്ങനെ പൂജാ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ നേരെ പോയത് ഒരു അവിടെ അടുത്ത് താഴെയുള്ളൊരു ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. അവിടെ നിന്നാണ് എല്ലാ നേർച്ചകളും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് നമ്മൾ പഴനി മെയിനായ ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കടന്ന് അവിടുന്ന് പാലാഭിഷേകവും ഒരു മാലേൻ്റെയും അങ്ങനെ പൂജകളൊക്കെയാണ് പറഞ്ഞിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് കൊണ്ടുപോയത് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ അറിയില്ല കേട്ടോ. അങ്ങനെ വാമീനെയും കൊണ്ട് നമ്മൾ ആ ക്ഷേത്രത്തിനുള്ളിൽ പോയിട്ട് പാലഭിഷേകമൊക്കെ ചെയ്ത്
മാല ഇട്ടപ്പോഴത്തേക്കും ആൾ ഒറ്റ കരച്ചിൽ. അങ്ങനെ ആ പൂമാല എന്താണെന്നറിയോ, ഞാൻ എൻ്റെ ചേച്ചീൻ്റെ മോളും കൂടെ തലയിൽ അങ്ങിട്ടിട്ട്, കാരണം പൈസേൻ്റെ സാധനമല്ലേ, വെറുതെ കളയാൻ പറ്റുമോ എന്ന് ഓർത്തിട്ട് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ റൂമിൻ്റെ കാര്യം. അപ്പോൾ റൂമിൻ്റെ കാര്യം, റൂം എടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞങ്ങൾക്ക് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് ആർക്കും പറ്റാതിരിക്കട്ടെ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ഇതാ കാറിലാണ് വന്നത്. അതുകൊണ്ട് നമ്മൾ നേരെ പോയി നിർത്തിയത് ഒരു ലോഡ്ജിൻ്റെ ഫ്രണ്ടിലായിരുന്നു കേട്ടോ. അപ്പോൾ അവർ റൂമിന് റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞ്, അപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും ഓൾറെഡി ഞങ്ങൾ ഈ പണിനെ കുറിച്ച് സെർച്ച് ചെയ്തപ്പം ഇങ്ങനെ ദേവസ്വത്തിൻ്റെ റൂം ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കി. അങ്ങനെ ഞങ്ങൾ അവരോട് പറഞ്ഞു ഞങ്ങൾ ദേവസ്വത്തിൻ്റെ റൂം ആദ്യം ഒന്ന് നോക്കട്ടെ, എന്നിട്ട് ഞങ്ങൾ ലോഡ്ജിലേക്ക് വരാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ ഇവിടെ ഫുള്ള് ഓരോ വഴികളുണ്ട്. അപ്പോൾ നമുക്ക് ഈ റൂം കണ്ടുപിടിക്കാൻ ഒത്തിരി പാടാണ്. കാരണം ആരോട് ചോദിച്ചാൽ ആരും പറഞ്ഞു തരുന്നതും ഇല്ല. നമ്മൾ മലയാളീസ് ആയതുകൊണ്ട് എല്ലാവർക്കും എന്തോ ഒരു നോട്ടാണ്. അങ്ങനെ ഞാനും ഹസ്ബൻഡും കൂടെ തപ്പി റൂമൊക്കെ കണ്ടുപിടിച്ച് ദേവസ്വത്തിൻ്റെ അവിടെ ചോദിച്ചപ്പം അവർ പറഞ്ഞു റൂമില്ല എന്ന്. അപ്പോൾ ഞങ്ങൾ വീണ്ടും ചോദിച്ചു റൂമുണ്ടോയെന്ന്. അപ്പോൾ അവരെന്താ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ റൂമില്ല. പിന്നെ അവർ സംശയത്തോടെ ചോദിച്ചു നിങ്ങൾ എത്ര പേരാന്ന്. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ 7 പേരാന്ന് പറഞ്ഞപ്പം അവർ പറഞ്ഞു, പരസ്പരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് അവർ പറഞ്ഞു റൂം ഇല്ല എന്ന് പറഞ്ഞു. അപ്പം തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം ഫസ്റ്റ് നമ്മൾ പോയ ലോഡ്ജിൽ നിന്ന് ചിലപ്പോൾ ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ 2 പേര് വരും, ഇവർക്ക് റൂം കൊടുക്കേണ്ടെന്ന്. അതായിരിക്കും റൂം കിട്ടാത്ത. റൂമൊക്കെ ഉണ്ടാവും, കാരണം അത്രയും തിരക്കും കാര്യങ്ങളും ഉണ്ടായില്ല ഞങ്ങൾ എത്തിയ സമയത്ത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ആദ്യം റൂം ദേവസ്വത്തിൻ്റെ കണ്ടുപിടിച്ചിട്ട് മാത്രമേ വേറെ റൂമിലേക്ക് പോകാം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ പണ്ടത്തെ പോലെയല്ല, പഴനി ഒത്തിരി മാറ്റങ്ങൾ പഴനിയിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ വന്ന പോലെയൊന്നല്ല. നമുക്ക് പിന്നെ പെട്ടെന്ന് തന്നെ ഓരോത് കണ്ടുപിടിക്കാൻ തന്നെ ഒത്തിരി പാടാണ്. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദേവസ്വത്തിന് തന്നെ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. തലമുണ്ടനം ചെയ്യുന്നതാണെങ്കിലും പിന്നെ നമുക്ക് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കേട്ടോ. അപ്പം നമ്മൾ ഈ ദേവസ്വത്തിൻ്റെ തലമുണ്ടനം ചെയ്യുന്ന സ്ഥലം നമ്മൾ കണ്ടില്ല. അപ്പോൾ ഈ ചേട്ടൻ കൂട്ടിക്കൊണ്ടത് മറ്റേ സ്ഥലത്തേക്കാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്നും തലമുണ്ടനം ചെയ്ത് മഞ്ഞളൊക്കെ പൂശിയിട്ടാട്ടോ നടന്ന് നമ്മൾ പഴനി മലേൻ്റെ അങ്ങോട്ട് പോകുന്നത്. പിന്നെ ഏറ്റവും വലിയൊരു നിയമം വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പഴനി മലയിലേക്ക് ഫോണ് യൂസ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ താഴെ തന്നെ കീപ്പ് ചെയ്യണം. ആ കീപ്പ് ചെയ്യുന്നത് എവിടെയെന്ന് പറഞ്ഞാൽ ദേവസ്വത്തിന് തന്നെ നമുക്ക് ഫുട്വെയർ കീപ്പിങ് ഫ്രീ ആണ്, അതേപോലെ ഫോണ് കീപ്പിങ് ഫ്രീ ആണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ദേവസ്വത്തിൻ്റെ വക തന്നെ എല്ലാം നമുക്ക് അവൈലബിൾ ആട്ടോ. അവിടെ ഒന്നും നമുക്ക് പൈസ കൊടുക്കേണ്ട, എല്ലാം ഫ്രീ ആണ്. പക്ഷെ ഞങ്ങൾക്ക് തെറ്റ് പറ്റിയെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരുപാട് പൈസ പോയിട്ടുണ്ട്. നമ്മളിതൊന്നും കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റിയില്ല. കാരണം ഇതൊക്കെ പഴനി ക്ഷേത്രം എത്തുന്നതിന് താഴെ അവിടെയാണ് ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുക കേട്ടോ. പിന്നെ ഫോണും നമ്മളെ ഫുട്വെയറും കീപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവരൊരു സ്ലിപ്പ് തരും. ആ സ്ലിപ്പ് നമ്മൾ പഴനി സന്ദർശിച്ചിട്ട് താഴെ എത്തുന്നത് വരെ അത് കളയാൻ പാടില്ല. അതുണ്ടെങ്കിൽ നമുക്ക് ഫോണും നമ്മളെ ചെരുപ്പൊക്കെ നമുക്ക് തിരിച്ചു തരുള്ളൂ. പക്ഷേ നമ്മൾ ഫോണ് വെക്കുമ്പോൾ അവർ നമ്മളൊരു ഫോട്ടോ എടുത്തിട്ട് സ്കാൻ ചെയ്തിട്ട് ഒരു സ്ലിപ്പ് നമുക്ക് കൈ തരും. ആ സ്ലിപ്പ് കാണിച്ചാൽ നമുക്ക് ഫോണ് എല്ലാവരുടെയും കിട്ടുള്ളൂ. അതേപോലെ 5 രൂപയാണ് ഒരു ഫോണ് വെക്കുന്നതിന് നമ്മൾ കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ എത്ര ഫോൺ വെക്കുന്നു അത്രയും പൈസ നമ്മളവിടെ കൊടുക്കണം. പക്ഷേ ഫുട്വെയർ കീപ്പിങ്ങിന് പൈസേൻ്റെ ആവശ്യമില്ല, അത് ഫ്രീ ആണ്. പക്ഷെ നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് ഫുട്വെയറൊക്കെ വാങ്ങാൻ ചെല്ലുന്ന സമയത്ത് അവർ പൈസ ചോദിക്കും. അപ്പോൾ പറയണം അത് ഫ്രീ ആണ്, അതുകൊണ്ട് പൈസ തരില്ലെന്ന് തന്നെ തർപ്പിച്ച് പറയണം, അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് അവർ പൈസ ചോദിച്ച് വാങ്ങും. നമ്മൾ പഴനിമല സന്ദർശിച്ച് നമ്മൾ താഴേട്ട് ഇറങ്ങിയുള്ള കാഴ്ച കേട്ടത്. കാരണം നമുക്ക് ഫോൺ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാത്തതുകൊണ്ട് നമ്മൾ അവിടെയുള്ള വീഡിയോസ് കാര്യങ്ങളൊന്നും എടുത്തില്ല. നമുക്ക് അവിടെ പോകുമ്പോൾ തന്നെ അവിടെ പിന്നെ 2 തരം സ്റ്റെപ്പ് ഉണ്ട്. ഒന്ന് അടുത്തടുത്തായിട്ടുള്ള സ്റ്റെപ്പുണ്ട്. അതായത് രണ്ടാമത്തത് നമുക്ക് വിശ്രമിച്ചിട്ട് പതിയെ പോകാനുള്ള സ്റ്റെപ്പുണ്ട്. അപ്പം ഏറെക്കുറെ ഞങ്ങൾ പോയത് വിശ്രമിച്ച് നമുക്ക് കയറി പോകുമ്പോൾ നമുക്ക് വിശ്രമിക്കാനൊക്കെ ഉള്ള ഓരോ സീറ്റ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെ ഇരിക്കാം. പിന്നെ ടോയ്ലറ്റ് കാര്യങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ട്. വാട്ടറൊക്കെ നമുക്ക് ആ മലേൻ്റെ മുകളിലേക്ക് കയറുമ്പോൾ അവിടെ തന്നെ ഉണ്ട്. പിന്നെ നമ്മളെ നാട്ടിലെ പോലെ അവിടെ ഈ 1 ലിറ്ററിൻ്റെ ബോട്ടിൽ അതൊന്നും കൊണ്ടുപോകാൻ പാടില്ല. അവിടെ വലിയ 20 ലിറ്ററിൻ്റെ ഒക്കെ ബോട്ടിലാണ് നമുക്ക് അവർ തരുക. നമ്മളെ ചെറിയ ബോട്ടിൽസ് കാര്യങ്ങളൊക്കെ അവിടെ തന്നെ അവർ വാങ്ങി വെക്കും കേട്ടോ. ഒരുപാട് തിരക്കായതുകൊണ്ട് നമുക്ക് ഭഗവാനെ ദർശിക്കാനൊന്നും പറ്റിയില്ല. കാരണം നമുക്ക് ഭഗവാനെ തൊഴണമെങ്കിൽ ക്യൂ നിൽക്കേണ്ടി വരും. ക്യൂ നിന്നാൽ നമ്മൾ വൈകുന്നേരം ആയാൽ പോലും അവിടെ നിന്ന് ഇറങ്ങേണ്ട അവസ്ഥയാണ്. അപ്പോൾ എന്താണെന്നറിയാമോ, പക്ഷെ അതിനൊരു വഴിയുണ്ട്. നമുക്ക് 100 രൂപ ഒരാൾക്ക് 100 വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഭഗവാനെ തൊഴുത്
നമുക്ക് വരാൻ പറ്റും കേട്ടോ. കഴിഞ്ഞ 2 പ്രാവശ്യം പോയപ്പോൾ ഭഗവാനെ തൊഴാൻ പറ്റില്ല. ഇപ്രാവശ്യമെങ്കിലും തൊഴണം വിചാരിച്ചിട്ട് ഹസ്ബൻഡും ക്യാഷ് അടച്ച് നമ്മളെല്ലാവരും കൂടെ പെട്ടെന്ന് തന്നെ ഭഗവാനെ കണ്ട് അവിടുന്ന് പിന്നെ പ്രസാദവും വാങ്ങി നമ്മൾ താഴോട്ടേക്ക് ഇറങ്ങി കേട്ടോ. പിന്നെ അവിടെ ചിലവ് ചുരുക്കിയ ഒരു ട്രെയിൻ യാത്രയുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ മുകളിലേക്ക് കയറി പോയിട്ട് നമുക്ക് താഴേക്ക് വരണമെങ്കിൽ സ്റ്റെപ്പൊന്നും ഇറങ്ങേണ്ട ആവശ്യമില്ല. ഒരാൾക്ക് ആകെ 20 രൂപ 25 രൂപയേ ഉള്ളൂ. അതായത് 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പൈസ വേണ്ട, നമുക്ക് മാത്രം മതി. അതായത് നമുക്ക് ട്രെയിനിൽ നിന്ന് താഴോട്ടേക്ക് വരാവുന്നതാണ്. അങ്ങനെ നമുക്ക് താഴെ അടിവാരത്തിൻ്റെ അടുത്ത് എത്താം. ഫോൺ എടുക്കാത്തതുകൊണ്ട് ഒത്തിരി കാര്യങ്ങളാട്ടോ മിസ്സായി പോയത്. അത് ഭയങ്കര ചതിയായിപ്പോയി. ഏകദേശം 11 മണി ആയപ്പോഴത്തേക്കും നമ്മളുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞു കേട്ടോ. പിന്നെ നമുക്ക് ചായ കുടിക്കണമല്ലോ. പക്ഷെ ആ സ്ഥലത്ത് നോക്കുമ്പോൾ ഒരു ഹോട്ടലൊന്നും ഒരു ചായക്കട ഒന്നും കാണാനില്ല കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നോക്കുമ്പോൾ കാവടി തുള്ളിയിട്ട് കുറേ പേര് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ റൂമിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണേ. പോകുന്ന വഴിക്ക് എന്തായാലും കുറച്ച് കാര്യങ്ങൾ പർച്ചേസ് ചെയ്യണമല്ലോ. അങ്ങനെ പർച്ചേസ് ചെയ്യാൻ കടകളിലൊക്കെ കയറിയപ്പോഴത്തേക്കും നമുക്ക് ഷോക്ക് അടിച്ച പോലെ. കാരണം ഓരോ ചെറിയ ഐറ്റംസിന് വരെ 100 രൂപ 200 രൂപ വിലയാണ്. പിന്നെ ഒന്നും മേടിച്ചു. അധികം വെയിലിന് മുന്നേ തന്നെ നമ്മളെല്ലാം കഴിഞ്ഞു. നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കാറിൽ കയറി നമ്മൾ ട്രാവൽ തുടങ്ങി കേട്ടോ.